വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അലി അക്ബർ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒരു മുസൽമാന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന തെറിവിളികൾ, സുകുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഹേളനങ്ങൾ, ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലാവണം എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അലി അക്ബർ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചത്. ഇനി അത് എന്തുമാവട്ടെ, അലി അക്ബർ എന്ന വ്യക്തിക്ക് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യമാണ്. ആ തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും അലി അക്ബറിനുണ്ട്. പക്ഷേ അലി അക്ബർ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയാകുന്നുണ്ട്. അത് മമധർമ്മയെ കുറിച്ചാണ്. മമധർമ്മയെ പറ്റിയും അതിന്റെ കീഴിൽ ചിത്രീകരിക്കുന്ന 1921 പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രം ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആഷിഖ് അബു വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ കേന്ദ്ര കഥാപാത്രമാക്കി വാരിയംകുന്നൻ എന്ന ചിത്രം പ്രഖ്യാപിക്കുന്നു. ഇതിനു പിന്നാലെ കേരളത്തിലെ സംഘികളും സംഘപരിവാർ നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്ത് വരുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജി സ്വതന്ത്ര സമര സേനാനിയല്ല, മറിച്ച് മതഭ്രാന്തനാണ് എന്ന വാദം ഉന്നയിച്ച് സംഘികൾ ആഷിഖ് അബുവിന്റെ വാരിയംകുന്നൻ എന്ന ചിത്രത്തിനെതിരെ രംഗത്ത് വരുന്നു. ഈ ഒരു വേളയിലാണ് സംഘപരിവാറിന്റെ വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അലി അക്ബർ വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ പ്രഖ്യാപിക്കുന്നത്. ആ സിനിമയുടെ പേരാണ് 1921 പുഴ മുതൽ പുഴ വരെ എന്നുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു നിർമ്മാതാവിനെ കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഈ സിനിമയുടെ ചിത്രീകരണത്തിനായുള്ള പണം അലി അക്ബർ സ്വരൂപിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്നാണ്. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കേരളത്തിലെ സംഘികളെ ലക്ഷ്യമാക്കിയാണ് പണപ്പിരിവ് അലി അക്ബർ നടത്തിയത്. നിരവധി തവണ സംഘികളിൽ നിന്ന് ഈ ചിത്രത്തിന് വേണ്ടിയുള്ള പണസമാഹരണത്തിനായി അലി അക്ബർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മമധർമ്മയെ മറക്കല്ലേ, മമധർമ്മയെ കൈവിടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അലി അക്ബർ സിനിമയ്ക്കുള്ള പണം കണ്ടെത്തിയത്. എന്തിനേറെ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ അലി അക്ബർ ഈ സിനിമയ്ക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ അലി അക്ബർ ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം സംഘികൾ ഈ സിനിമയ്ക്ക് വേണ്ടി പണം സംഭാവന ചെയ്തിരുന്നു. കാരണം വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമ പുറത്തിറങ്ങണമെന്നത് സംഘികളുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംഘികൾ അലി അക്ബറിന്റെ ചിത്രത്തിന് പണം അയച്ചു നൽകിയതും. എന്നാൽ ഇപ്പോൾ ബിജെപിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അലി അക്ബർ രാജിവെച്ച പശ്ചാത്തലത്തിൽ സംഘികൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇനിയും പണം അയച്ചു കൊടുക്കുമോ എന്ന കാര്യവും സംശയത്തിലായിരിക്കുകയാണ്. ഈ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ട്രോളുകളും പ്രത്യക്ഷപ്പെട്ടു വരികയാണ്. സംഘികളുടെ കയ്യിൽ നിന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടി പണം സ്വരൂപിച്ച് അവസാനം ബിജെപിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവനയും ഇറക്കി അലി അക്ബർ പണം നൽകിയ സംഘികളെ വഞ്ചിച്ചു എന്ന ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും പ്രചരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അദ്ദേഹം ബിജെപിയുടെ കമ്മിറ്റിയിൽ നിന്ന് സ്വയം രാജിവെച്ചതോടെ ഈ ട്രോളുകൾ വീണ്ടും ശക്തമാവാൻ തുടങ്ങി. എന്തായാലും ബിജെപിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അലി അക്ബർ രാജിവെച്ച സന്ദർഭത്തിൽ സംഘികൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇനിയും പണം അയച്ചു കൊടുക്കുമോ എന്ന കാര്യവും കൊടുത്ത പണം തിരികെ വേണമെന്നും പറഞ്ഞ് സംഘികൾ രംഗത്ത് വരുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.